ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ്. നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ലെറ്റ്സ് പ്ലേ സീരീസ് ആയിട്ടാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ചാനൽ പുതിയതായിട്ട് ഏതെങ്കിലും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ബേസ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഏരിയ കണ്ടുപിടിക്കാം. എൻ്റെ പൊന്നോ, അതോ ക്രീപ്പർ വരുന്നത്. അപ്പം അതാണ് നമ്മളുടെ ഇന്നത്തെ പരിപാടി നടത്താൻ ഇത് സമ്മതിക്കില്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് എൻ്റെ പൊന്നു പശു മാറിയേക്ക്. പശുവും ചത്ത് എല്ലാ കാര്യം ഉണ്ടായിരുന്ന. ഓക്കെ, ആ ഏരിയയും കുളമാക്കിയപ്പോൾ ആ ക്രീപ്പറിന് സമാധാനമായി. ഓക്കെ, അത് പോട്ടെ. നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് പുതിയൊരു ഏരിയയിലേക്ക് പോവാം. അവിടെ ചെന്നിട്ട് നമുക്ക് നമ്മളുടെ ബേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടികൾ തുടങ്ങാം. ബേസ് സെറ്റ് ചെയ്യാനെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ വീടൊന്നും പണിയുന്നില്ല. അവിടെ കൊണ്ട് ചെന്ന് നമ്മളെ ബെഡും ഈ ഒരു ഫർണസും ഒക്കെ വയ്ക്കാനുള്ള ഒരു പരിപാടിയാണ്. പിന്നെ ഇവിടുന്ന് കുറച്ച് പൊട്ടാറ്റവും കൂടെ എടുത്തുകൊണ്ട് അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് നടാം. അതെ, ഇത് ഫുള്ള് നമുക്ക് എടുത്തേക്കാം. അയ്യോ, ഇതാ അടുത്തത്. ഇത് എവിടുന്ന് വരുന്നത്? ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പൊട്ടാറ്റോ ഫുള്ള് എടുക്കാം. ഇനിയും ഇതിവിടുന്ന് കിട്ടുമെങ്കിൽ കുറച്ചുകൂടെ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മളങ്ങനെ 2 ഡേയ്സ് സർവൈവ് ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ സർവൈവ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അയൺ സ്മെൽറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നൈറ്റ് ആയി. അപ്പോൾ കിടന്നുറങ്ങി. പിന്നെ ഞാൻ ഗെയിമിൽ കയറിയില്ലായിരുന്നു. ഓക്കെ, 8 അയൺ കൈ ഇരിപ്പുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി എങ്ങോട്ട് പോകണം? ഇവിടെയൊക്കെ എങ്ങനെയാടാ ബേസ് വയ്ക്കുന്നത്? ഇതൊക്കെ എന്തൊരു സ്ഥലം! ഇതൊക്കെ എന്ത് സ്ഥലമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനത്തെ ജനറേഷനൊന്നും ഇപ്പോൾ ഇല്ലാത്തതാണ് ഈ ഒരു മൈൻക്രാഫ്റ്റിൽ. ഇപ്പോൾ ഇതെന്ത് പറ്റിയോ എന്തോ അറിയത്തില്ല. എനിവേയ്സ്, നമുക്ക് മുകളിലോട്ടും എല്ലാം പോവാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പക്ഷേ വില്ലേജേഴ്സിനെ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യും? അതാണ് അതിനകത്തൊരു ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, വില്ലേജേഴ്സിന് ഒരു കാര്യം ചെയ്യാം. നമുക്ക് അവിടെ ഇട്ട് തന്നെ ബ്രീഡ് ചെയ്യിക്കാം. എന്നിട്ട് അവിടെ നിന്ന് വല്ല റെയിലും വെച്ചിട്ട് മുകളിലോട്ടോ വല്ലതും കൊണ്ടുവരുന്ന ഒരു സെറ്റപ്പ് ചെയ്ത് നോക്കിയാലോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഓക്കെ, കയറി വന്നത് എന്തായാലും നന്നായി. ഇവിടെ അയണുണ്ട്. നമുക്ക് ഈ അയൺ കുഴിച്ചെടുക്കാം. ഓക്കെ, നമുക്ക് ഇന്നെന്തായാലും ഫുൾ അയൺ ആർമർ ആവാനുള്ളൊരു പരിപാടി ഇവിടെ നടക്കുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമുക്കിത് കുഴിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഫൈനലി ഈ ഒരു ഏരിയയിലുള്ള ഫുള്ള് അയണും കുഴിച്ചെടുത്തിട്ടുണ്ട്. അത് തീർന്നില്ല, ഇനിയും ഉണ്ട്. ഓക്കെ, എനിക്ക് തോന്നിയതാണോ അതോ ചെറി ബ്ലോസം തന്നെ? എൻ്റെ പൊന്ന് ഗൈസ്, ചെറി ബ്ലോസം ഏതാ? ഓക്കെ, അങ്ങനെ നമ്മൾ ചെറി ബ്ലോസം ബയോമും കണ്ടുപിടിച്ചിരിക്കുകയാണ് നമ്മുടെ ഒരു വീഡിയോ തന്നെ. ഇത് ചെറി ബ്ലോസം തന്നെ അതോ ഇനി എൻ്റെ ഷെയ്ഡറിൻ്റെ വല്ല പ്രശ്നമാണോ? ആദ്യമേ ഒന്ന് ചെറി ബ്ലോസം ആണോ എന്ന് ചെക്ക് ചെയ്യട്ടെ. ചെറി ബ്ലോസം തന്നെ ഗൈസ്. ഓക്കെ, ഫൈനലി നമുക്ക് അങ്ങനെ ചെറി ബ്ലോസം കൂടെ കിട്ടിയിട്ടുണ്ട്. ഏതായാലും അത് പൊളിച്ചു. ഈ ഒരു എപ്പിസോഡിൽ തന്നെ നമുക്ക് അത്യാവശ്യം ചെറി ബ്ലോസം അത്യാവശ്യമല്ല, എന്നാലും അതും കിട്ടി, എല്ലാം കിട്ടി. ഇനി സ്പ്രൂസും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പണി കുറച്ചുകൂടെ എളുപ്പമാവും. ഓക്കെ, നമുക്ക് ഇഷ്ടം പോലെ അയൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. ഒരു സ്റ്റാക്കും 13 അയൺ കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ കുറച്ച് നേരം കറങ്ങി നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ അയൺ കിട്ടും. പക്ഷേ ഇത് നമ്മൾ ഇന്നെന്തായാലും ഫുൾ അയൺ ആർമർ ആവും. അത് ഉറപ്പിച്ച കാര്യമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അയൺ ആർമർ ആവാനുള്ള അയൺ ആയി കഴിഞ്ഞു.
പിന്നെ കുറേ കോളുണ്ട്. ഇനി മലയുടെ മുകളിലോട്ട് കയറിയാൽ മതി കോള് വേണമെങ്കിൽ. യെസ്, അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഓക്കെ, കോൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് എമറാൾഡും ഉണ്ട്. പറ്റുന്നതൊക്കെ ഞാൻ കുഴിച്ചെടുത്തു, കണ്ടതൊക്കെ കുഴിച്ചെടുത്തു. ഇനി ഇവിടെ എവിടെയെങ്കിലും കാണുതാടെ അതിൻ്റെ അടുത്ത അയൺ. ഓക്കെ, ഒരയൺ. അപ്പം അതെന്തായാലും സെറ്റാണ്. അതുകൊണ്ട് അടുത്ത അയൺ. അടി എമറാൾഡൊക്കെ ഇരിപ്പുണ്ട്. എമറാൾഡ് ഇപ്പോൾ വേണമെന്നില്ല. എമറാൾഡ് ഇനി വേணுന്ന സമയത്ത് വന്ന് കുഴിച്ചെടുക്കാം. എമറാൾഡ് അവിടെ ഇരുന്നോട്ടെ. എമറാൾഡ് ഇപ്പോൾ നമുക്ക് വില്ലേജേഴ്സിൻ്റെ അടുത്ത് കുറച്ച് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതിപ്പോൾ ഇവിടെ ഇരുന്നോട്ടെ. നമുക്ക് വല്ല ഓർ കളക്ഷനും വേണ്ടി വന്നാൽ നമുക്ക് പിന്നെ അത് കിട്ടാതെ വരും നമ്മൾ അന്വേഷിച്ചിറങ്ങുമ്പോൾ. അതുകൊണ്ട് ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഓക്കെ, എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ മൈനിങ്ങിന് പോകാതെ എന്ന് വെച്ചാൽ കുഴിച്ച് താഴോട്ട് ഇറങ്ങാതെ തന്നെ നമുക്ക് അയൺ കിട്ടി. നമുക്ക് മുകളിൽ നിന്നുകൊണ്ട് തന്നെ അയൺ ഒപ്പിക്കാൻ പറ്റി. ഒരു അയൺ ഫാമോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് അയൺ കിട്ടി. എന്തായാലും നല്ല ഒരു ഇതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ചെറിയ ബ്ലോസം കിട്ടി. പിന്നെ ഇതിൽ കൂടുതൽ എന്തൊരു വേണം? ആവശ്യത്തിനുള്ളതെല്ലാം നമുക്കിന്ന് കിട്ടി. ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയ നമ്മുടെ ബേസ് ഏരിയ ആയിട്ട് സെറ്റാക്കി എടുക്കാം ഗൈസ്. വില്ലേജ് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇനി വില്ലേജേഴ്സിനെ കൊണ്ടുവരുന്നതാണ് കുറച്ച് ടാസ്ക്. എങ്കിലും നമുക്ക് ഈ ഒരു ഏരിയ നല്ല ഏരിയയാണ്. ഇവിടെ ക്ലിയർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബേസൊക്കെ സെറ്റ് ചെയ്യാം. എൻ്റെ എന്തോ അത് ഏതാ ഗൈസ്? അടുത്ത കേവ് ഇവിടെ എവിടെ നോക്കിയാലും കേവാണല്ലോ. കേവ് ഇത് ഇഷ്ടം പോലെ അയണൊക്കെ ഉണ്ട് ഗൈസ് മുകളിൽ. ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയ എന്തായാലും ബേസ് ഏരിയ ആയിട്ട് സെറ്റാക്കി എടുക്കാം. പിന്നെ ഈ ചെറിയ ബ്ലോസവും പിന്നെ ഈ ഒരു കുറച്ച് ഓക്ക് വുഡും അക്കേഷ്യ എല്ലാം മിക്സ് ചെയ്ത ആർമഡിയിലോ ഏതാ എല്ലാം ഉണ്ട് ഗൈസ്, എല്ലാം ഉണ്ട്. ഇവിടെ ഇനി ഒന്നിനും ഒരു കുറവില്ല. സ്പ്രൂസ് ബയോമും കൂടെ തായികയോ വല്ല അടുത്തുണ്ടായിരുന്നെങ്കിൽ അതും കൂടെ കിട്ടിയ ശുഭം. എല്ലാം ഉണ്ട്, ഒന്നിനും ഒരു കുറവുമില്ല. ഓക്കെ, അപ്പോൾ അതെന്തായാലും നന്നായി. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും തന്നെ ഒരു ബെഡ് വയ്ക്കാം, എന്നിട്ട് റീസ്പോൺ സെറ്റ് ചെയ്യാം. അധികം നമ്മുടെ ജന്തുക്കൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇവിടെ ഫർണസും ക്രാഫ്റ്റിംഗ് ടേബിളും എടുത്ത് ഇവിടെ വയ്ക്കാം. ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. ചെസ്റ്റ് ഉണ്ടാക്കാതെ പരിപാടി നടക്കൂല. ചെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. ഇതെന്തിരിപ്പിടാം, നമുക്ക് പൊട്ടിച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഒരു ചെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് നമുക്ക് ഇവിടെ വയ്ക്കാം. ഓക്കെ, സെറ്റ്. കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കാം. കുറച്ചധികം ചെസ്റ്റ് തന്നെ ആയിക്കോട്ടെ, വിഷയമൊന്നുമില്ല. ഓക്കെ, നമുക്കങ്ങനെ 3 ഡബിൾ ചെസ്റ്റിനുള്ളൊരു വുഡ് ഉണ്ടായിരുന്നു. നമ്മളിവിടെ 3 ഡബിൾ ചെസ്റ്റ് വയ്ക്കാം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് കോള് അധികം ഉപയോഗിക്കരുതെന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളെ ഇത്രയും കോളിരിക്കുമ്പോൾ നമ്മൾ കോൾ ഉപയോഗിക്കാം. അവിടെ ഇനിയും കോളുണ്ട്. നമുക്ക് ഒന്ന് പോയി രണ്ട് റൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഈ ഒരു ഏരിയ നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി നോക്കാം. ഓക്കെ, ആർമർ ഇല്ലാതെയാണ് ചുറ്റിക്കറങ്ങുന്നത്, അത് വേറൊരു കാര്യം. അപ്പം സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ അതാണ് സംഭവം. ഇനി നമുക്ക് ഒരു ഏരിയ ഒന്ന് നോക്കിയാൽ ഇവിടെ പ്രത്യേകിച്ചങ്ങനെ എന്തുവാടാ ഇവിടെ എല്ലായിടത്തും കേവല്ല കേട്ടോ, ചെറിയൊരു കുഴിയാണ്. കേവായിട്ട് എന്ന് പറയാനില്ല. ഓക്കെ, നല്ലൊരു സ്ഥലമാണ്. ഇത് പൊളിച്ച് ഗൈസ്. ഇതാ അടുത്ത ബയോമ്. എന്താ ചെയ്യേണ്ടത്? ഇതാ കിട്ടി, സ്പ്രൂസ് കിട്ടി. എല്ലാം ഒറ്റ വീഡിയോയിലല്ല. പണിപാളി സത്തേനെ. ചത്തില്ല, ഭാഗ്യം. മരവിച്ച് പോയതിന് ഗൈസ്. അപ്പോൾ അത് മറ്റേ പൗഡേർഡ് സ്നോ ആണ്. സൂക്ഷിച്ചു പോയെടുക്കണം. വീണ്ടും ഇല്ല അങ്ങനെ ചാവ തന്നെ കിട്ടൂല. നമുക്ക് ആ സൈഡിൽ നിന്ന് എടുക്കാം. ഓക്കെ, അതെന്തായാലും നല്ലൊരു ഇതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം വേണ്ട, നമുക്ക് പിന്നെ വന്നെടുക്കാം. ഓക്കെ, അപ്പോൾ സ്പ്രൂസ് ഉണ്ട്, നമ്മുടെ ചെറി ബ്ലോസം ഉണ്ട്, ബിർച്ചുണ്ട്, ഓക്കുണ്ട്, അക്കേഷ്യ ഉണ്ട്.
അക്കേഷ്യൻ്റെ കളർ ഓറഞ്ച്. ഇനി എന്തോ വേണം? ഇനി ഡാർക്ക് ഓക്ക് കിട്ടണം, മാംഗ്രോവ് കിട്ടണം. അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം സെറ്റ്. നമ്മൾ ഈ ഒരു ഓവർവേൾഡിലുള്ള മിക്ക മരവും അപ്പം കിട്ടിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇപ്പം തന്നെ കിട്ടി, ഫുള്ള് കിട്ടി. ഇനി പറയാനൊന്നുമില്ല. നമ്മുടെ മരം കളക്ഷൻ അങ്ങനെ ഫില്ലായിരിക്കുകയാണ്. നമ്മുടെ 2ാമത്തെ എപ്പിസോഡിൽ തന്നെ എല്ലാ ബയോമും അടുത്ത് തന്നെ ഉണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനൊരു സംഭവം. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ആർമർ ക്രാഫ്റ്റ് ചെയ്യാം. യെസ്, ഫൈനലി നമ്മളങ്ങനെ ഫുൾ അയൺ ആർമർ വിത്ത് ടൂൾസ് എന്ന് പറയാൻ പറ്റില്ല, ഷവലൂടെ വേണം. ഓക്കെ, അപ്പോൾ അത് ഫുൾ അയൺ ആർമർ വിത്ത് ടൂൾസ് തന്നെ. നമ്മളതിൽ അയൺ ഉണ്ട്, അപ്പോൾ എല്ലാം സെറ്റാണ് ഗൈസ്. കുറച്ച് എമറാൾഡ് ഇനി അവിടെ ഇരിപ്പോണ്ട് അത് പോയി മൈൻ ചെയ്തെടുക്കണം. അതിപ്പോൾ മൈൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വില്ലേജറിൻ്റെ നിന്ന് എമറാൾഡ് എടുക്കാം. അത് നമുക്ക് അവിടെ വെച്ചേക്കാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മ്യൂസിയം പണിയുന്നുണ്ട്, അപ്പോൾ മ്യൂസിയത്തിനകത്തോട്ട് നമുക്ക് വെക്കണം. ഈ സീരീസ് അതുവരെ പോവുമെങ്കിൽ, മ്യൂസിയം പണിയുന്നത് വരെയൊക്കെ പോവുമെങ്കിൽ നമ്മളത് ചെയ്യും. നമുക്കൊരു ബക്കറ്റ് ക്രാഫ്റ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഒരു ഷിയർ വേണം. യെസ്, ഷിയർ. ഇത് രണ്ടും നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള 2 സാധനങ്ങളാണ്. എവിടെ നിന്ന് വെള്ളം എടുക്കും? ഹലോ മിസ്റ്റർ കോഴി, നമസ്കാരം. കോഴിയുണ്ട്, പിന്നെ ഇവിടെ പശു ഉണ്ട്, എല്ലാവരും ഉണ്ട്. കുടുംബസമേതം ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് വെള്ളം കിട്ടും. വെള്ളം കിട്ടണമെങ്കിൽ വില്ലേജിൽ തന്നെ പോകണമെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ നിന്ന് പോയി വില്ലേജിൽ നിന്ന് പോയിട്ട് ഇവിടെ ഒരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കണം ഗൈസ്. ഇവിടെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് കേട്ടോ. വെള്ളം ഇല്ലടേ. കുറച്ചുകൂടെ നമുക്ക് പോയി നോക്കാം. ഓക്കെ, അധികം വിഷമിക്കേണ്ട കാര്യമില്ല, അത് അവിടെ തന്നെ ഉണ്ട്. വെള്ളമുണ്ട്. ഞാൻ വിചാരിച്ച വെള്ളം ഇല്ലെന്ന്. ഓക്കെ, ഫൈനലി വീണ് ചാവരുത്. ചത്തില്ല. ഓക്കെ, ഫൈനലി വെള്ളവും കൂടെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് അധികം ഒന്നും ചെയ്തിട്ടില്ല. പെട്ടെന്ന് തന്നെ അയൺ ആർമറായി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു ഗോള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ബേസ് ഏരിയ കണ്ടുപിടിക്കാനായിരുന്നു 2ാമത്തെ ഗോള്. അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടും വളരെ പെട്ടെന്നായിരുന്നു, ഒന്നും അറിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം പിന്നെ കാണാം. ഓക്കെ, ബായ്.